ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 1/2 കിലോ പ്ലം കേക്ക് ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് വൈൻ ഞാനൊരു 3 കൊല്ലം മുന്നേ മുന്തിരി വൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഡ്യൂട്ടി ഫ്രൂട്ടി, കറുത്ത മുന്തിരി, ഈത്തപ്പഴം, അതുപോലെ ചെറി ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ സോക്ക് ചെയ്യാൻ ഒരു 3-4 ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് എടുക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് മൈദ, അതുപോലെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് അരിച്ച് ഞാൻ അങ്ങോട്ട് നീക്കി വെക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് 2 എഗ്ഗാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലം കേക്ക് സോഫ്റ്റ്നെസ് അല്ലല്ലോ വേണ്ടത്, കടിക്കുമ്പോൾ ഇത്തിരി ഒരു മുറുക്കം വേണ്ടേ. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്. അപ്പോൾ ഞാൻ പഞ്ചസാര പൊടിക്കുമ്പോൾ 3 ഗ്രാമ്പ്, ഒരു ചെറിയ കഷ്ണം പട്ട ഇതിട്ടിട്ട് നന്നായി അങ്ങോട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് സ്ക്വയറിൻ്റെ 1/2 കിലോൻ്റെ മോൾഡാണ് കേട്ടോ. അത് ഞാൻ എണ്ണയൊക്കെ തേച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ ഞാൻ കാരമൽ സിറപ്പാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാണ്. അപ്പോൾ കാരമൽ സിറപ്പാണെങ്കിൽ നമുക്ക് കനപ്പൊന്നും ഉണ്ടാവില്ല, അത് കളർ കിട്ടാനാണ് കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര മൈദ എന്തോരം എടുക്കണം അതിനനുസരിച്ച് തന്നെ പഞ്ചസാര എടുക്കാം കേട്ടോ. അങ്ങനെ പൊടിച്ച പഞ്ചസാര. അപ്പോൾ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര അത് അരിക്ക് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ട് ഒരു 1.5 ടീസ്പൂണ് കാരമൽ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു, കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഒഴിക്കുമ്പോൾ പഞ്ചസാര കുറയ്ക്കാൻ വിചാരിക്കും, പക്ഷേ പഞ്ചസാര കുറയ്ക്കൊന്നും വേണ്ട. പഞ്ചസാര മൈദ എങ്ങനെ എടുത്തു അതേ അളവിൽ തന്നെ പഞ്ചസാര എടുക്കുക. ഇത് നമുക്ക് കാരമലിൻ്റെ മറ്റേ നല്ല ഈ പ്ലം കേക്കിനൊരു കളറുണ്ടല്ലോ, ആ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിതിലേക്ക് 1/4 കപ്പ് ഓയിലും പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ഒരു 1.25 കപ്പ് മെഷർമെൻറ്റ് കപ്പിലുള്ള ഫ്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തോളുന്നത്. ഡ്രൈ ഫ്രൂട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അത്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് മിക്സാക്കി നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ എന്താ പറയുക ഇടാണ് ചെയ്യുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സ്ഡ് ജാമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എല്ലാ തരം ഫ്രൂട്ടുകളാണെങ്കിലും മിക്സ്ഡ് ജാമാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ടേബിൾ സ്പൂണ് അതിലേക്ക് എടുത്തിട്ടാ. ഒരു വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് നട്ട്സിന്, അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച മറ്റേ ഡ്രൈ ഫ്രൂട്ട്സുകളില്ലേ അത് അതിലൊക്കെ ഇട്ടിട്ട് നന്നായി അങ്ങോട്ട് മിക്സായിട്ട് ഇങ്ങോട്ട് എടുത്തുട്ടാ. കണ്ട അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ അരിച്ച് വെച്ച മൈദാര മിക്സിൽ അതിങ്ങനെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ആ സമയം കൊണ്ട് ഞാൻ ഓവൻ 175 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഫ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് അവസാനിപ്പിക്കുമ്പോഴേക്കും 10 മിനിറ്റ് ഉള്ളത് കഴിഞ്ഞ് അത് ഓഫായിട്ടായത് ഓവൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇത് മിക്സ് ചെയ്തിട്ട് ഓവനിൽ വെക്കുമ്പോൾ ഞാൻ അടിയിലത്തെ കോയിൻ മാത്രം ഞാൻ ഓണാക്കാറുള്ളൂ. എനിക്കിത് ബേക്ക് ചെയ്യാൻ ഒരു 1.5 മണിക്കൂർ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അടിയിലത്തെ കോയിൻ മാത്രം ഒരു 3/4 മണിക്കൂറൊക്കെ ആകുമ്പോൾ 3/4 മണിക്കൂർ വരെ അടിയിലത്തെ കോയിൻ ഇട്ടിട്ടാണ് ഞാനിത് ചൂടാക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ മുകളിലത്തെ കോയിനും കൂടി ചൂടാക്കും. അങ്ങനെ അടിപൊളിയായിട്ട് പ്ലം കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കിലോനല്ല 3/4 കിലോനായിട്ടാ, എന്നാലും സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഇതെനിക്ക് കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു. അവർക്കിത് ഇങ്ങനെ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.